രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. 122 മണ്ഡലങ്ങളാണ് ചൊവ്വാഴ്ച വിധിയെഴുതുന്നത്. അവസാന ലാപ്പിൽ ദേശീയ നേതാക്കളാണ് പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. കലാശക്കൊട്ടിന് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബീഹാറിലുള്ളത്. തെരഞ്ഞെടുപ്പ് പോരാട്ടം വളരെ ശക്തമായതോടെ ദേശീയ നേതാക്കൾ തന്നെയാണ് ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയും അമിത്ഷായും നിതീഷ് കുമാറും തെരഞ്ഞെടുപ്പ് നയിക്കുമ്പോൾ മറുഭാഗത്ത് ഇന്ത്യ സഖ്യത്തിന് വേണ്ടി തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും അടക്കമുള്ള ഒരു വലിയ താരനിര തന്നെയാണ് ബീഹാർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഈ അവസാന സമയത്തേക്ക് എത്തിക്കഴിയുമ്പോൾ ഇനി ബീഹാറികളുടെ ഒരു മനസ്സ് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. കാര്യം ഈ മാധ്യമങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുകയും വിവിധ സംസ്ഥാനങ്ങളിലുള്ള മാധ്യമങ്ങളാണ് മലയാളം, കന്നഡ, തമിഴ്, തെലുങ്ക് തുടങ്ങിയ നിരവധി മാധ്യമങ്ങളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ബീഹാറികളായ ആളുകളോട് തന്നെ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് എന്നുള്ളൊരു കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. चुनाव कैसा है? चुनाव तो इस बार बहुत अच्छा टफ है. उम्मीद तो है. ഏതായാലും ഇവരെ ഇത് ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള സാധാരണ ആൾക്കാർ മനസ്സിൽ മൂടിവെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എങ്കിലും കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധ്യമുള്ളവർ ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്യും. അക്കാര്യം നമുക്ക് അവരോടൊന്ന് തുറന്ന് ചോദിക്കാം. ആര് ജയിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഇനി നമുക്ക് ചോദിക്കേണ്ടത്. कौन जीतेगा इधर? इधर तो अभी तक तो चांस है मनोज विश्वास जी जीतेंगे कांग्रेस से. बहुत अच्छा वोट से जीतेंगे. इंडिया ब्लॉक जी. आपका नाम क्या है? मेरा नाम हुआ हुसैन सिद्दीकी, वैसे मुन्ना बोलते हैं. സിദ്ദിഖ് പറയുന്നത് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെയാണ് വിജയിക്കുമെന്നാണ്. കാര്യം ആർ ജെ ഡിയുടെയും കോൺഗ്രസും അടങ്ങുന്ന ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്ന അദ്ദേഹം തന്നെ ജയിക്കുമെന്നാണ്. इधर दोनों पार्टी के वो कॉन्टेस्ट में चल रहा है. हाँ, अब देखिए जिसका भाग है वो अपना निकलेंगे. कौन जीतेगा? कांग्रेस जाएगा, आगे रहेगा. കോൺഗ്രസ് हाँ, उम्मीद. അത് അദ്ദേഹം ആദ്യം പറയാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് തന്നെ ജയിക്കുമെന്നാണ്. कौन जीतेगा इधर? देखिए सब दिन से जो है ना दोनों पार्टी जो है कंपटीशन में चलता है, लेकिन हमारा उम्मीद है कि जो लग रहा है बीजेपी निकलेगा. അദ്ദേഹം ഒരു BJP സപ്പോർട്ടറാണ്. BJP ജയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. BJP പ്രത്യാശി कौन है इधर? मंचन केसरी है जी. ओके, आप क्या करते हैं? हम मजदूरी करते हैं. एक दिन में कितना पैसा मिलेगा? 500 रुपया. അദ്ദേഹം ഒരു തൊഴിലാളിയാണ്. ഒരു ദിവസം 500 രൂപയാണ് ദിവസക്കൂലി. അദ്ദേഹം പറയുന്നത് BJP ജയിക്കുമെന്നുള്ള. कौन जीतेगा? इधर तो कांग्रेस का चांस है जीतने का. कांग्रेस निकलेगा. കോൺഗ്രസ് ജയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ബാക്കിയുള്ള ആളുകളോടുകൂടി എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂട് എന്നുള്ള കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്. कौन जीतेगा इधर? इधर तो अभी लग रहा दोनों पार्टी का लहर चल रहा है. किस्मत किसके साथ रहेगा कंफ्यूजन है. ഓക്കെ ओके ഓക്കെ अभी लहर दोनों तरफ है. ഓക്കെ ഓക്കെ हाँ. അപ്പോൾ വലിയ തരത്തിലുള്ള ഒരു പോരാട്ടം നടക്കുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ആണ് ചില ആൾക്കാർക്ക്. കൃത്യമായി ഒരു കാര്യം അവർക്കത് പറയാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഭയ്യ ചുനാവ് കൈസാ ഹെ? अच्छा है, सबका अच्छा है. कोई बात नहीं कर सकते कौन जीतेगा, लेकिन अच्छा है सबका. നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആയേगा? देखिए आ सकता भी है, नहीं भी आ सकता है. കച്ചവടക്കാരെന്തായാലും ഒരു കാര്യവും വിട്ടുപറയില്ല. പട്നയിൽ നിന്ന് ധൻസുമോദിന്റെ ഗ്രൗണ്ട് റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇന്ന് പരസ്യപ്രചാരണത്തിന്റെ കുട്ടിക്കലാശമാണ്.